നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഞാൻ ജോബിൻ. മക്കളെ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വരാനിരിക്കുന്ന ഡിഗ്രി ലെവലിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. ഒരുപാട് കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ എന്താണ്, സിലബസ് എന്താണ്, അതേപോലെ തന്നെ സാലറി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോടാ. ഇതേപോലെയുള്ള എക്സാംസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് ആദ്യം എത്തുന്നതായിരിക്കും. ഒരു ലാസ്റ്റ് ഡേറ്റും ഒരു പ്രധാനപ്പെട്ട പരീക്ഷയുടെ വിവരങ്ങളും നിങ്ങളെ മിസ് ചെയ്ത് പോവില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നമുക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിനെ പറ്റി നോക്കാം. അതിൽ ആദ്യത്തേത് നോട്ടിഫിക്കേഷൻ ആണ്. എന്താണ് ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത്? മക്കളെ, അത് നോക്കുന്നതിന് മുമ്പായിട്ട് തൊട്ട് മുമ്പത്തെ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വന്നത്, അതിന് റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വന്നത്, ഇനി റാങ്ക് ലിസ്റ്റ് കാലാവധി എന്ന് വരെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് പരിശോധിച്ചാൽ 2022 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 2022 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 2022 ഏതാണ്ട് ഡിസംബർ മാസത്തോടു കൂടി ആ ഒരു കാലഘട്ടത്തോട് കൂടിയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷന്റെ ഡേറ്റ് നോക്കുമ്പോൾ 31/12/2022 നോട്ടിഫിക്കേഷൻ. അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി മാസം 1 വരെയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് നോക്കിയാൽ അതിന്റെ 691/2022 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. ഇത് പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രിയിൽ, അതായത് പ്രീ ഡിഗ്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന +2 പ്ലസ് ടുവില് ബയോ സയൻസ് എടുത്ത് പഠിച്ച ആളുകൾക്കോ അല്ലെങ്കിൽ മാത്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച ആളുകൾക്കോ ഒക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിനോടൊപ്പം തന്നെ ഇവർക്ക് ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ കൂടി ഉണ്ടായിരിക്കണം. ഡിഗ്രി ഏത് സ്ട്രീം എടുത്ത് പഠിച്ചാലും കുഴപ്പമില്ല, ഡിഗ്രി ഉണ്ടായാൽ മതി. പക്ഷേ +2 സയൻസ്, ബയോ സയൻസ് അല്ലെങ്കിൽ മാത്സ് എടുത്ത് പഠിച്ച കുട്ടികൾക്കാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇനി നോക്കിയടാ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിന്റെ സാലറി 35,600 മുതൽ 75,400 വരെയാണ്. ഓക്കെ, സാലറി നോക്കിയാൽ 35,600 മുതൽ 75,400 വരെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരമാണിത്. സാലറി എത്രയാണ് എന്ന് ചോദിച്ചാൽ 35,600 മുതൽ അതേപോലെ തന്നെ 75,400 വരെയാണ്. അതായത് ഒരു ഡിഗ്രി നിലവാരത്തിൽ അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. അവിടെ ഒരു ചോദ്യമുണ്ട്, എന്താണ് ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ ജോലി എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 2 ജോലികളാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർക്ക് വരിക. അതിൽ ഒന്നാമത്തേത് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റോ മറ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ പ്രോജക്റ്റുകൾ, ഡയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ പ്രോജക്റ്റുകളെ കൃത്യമായി മേൽനോട്ടത്തോടു കൂടി നടത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം വരുന്നുണ്ട്. രണ്ടാമത്തത് ഈ പറയുന്ന ക്ഷീര വികസന കോർപ്പറേഷൻ അല്ലെങ്കിൽ ക്ഷീര കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യുക, മുന്നോട്ട് നയിക്കുക, അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക. ഇതൊക്കെ ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിൽ വരുന്ന ആളുകളുടെ ജോലിയാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽഡ് ജോലിയും ഉണ്ടാകും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓഫീസ് ഡ്യൂട്ടിയും ഉണ്ടാകും. അത്തരത്തിലാണ് അതിന്റെ ക്രൈറ്റീരിയ വരിക. ജോബ് പ്രൊഫൈൽ എന്താണ് എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്ന സെഷൻസിലൊക്കെ പരിശോധിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി, സാലറി എത്രയാണ്, 2 നോട്ടിഫിക്കേഷൻ എന്നാണ്. അതിന് നമുക്ക് ജസ്റ്റ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നോക്കാം. മക്കളെ, 5/12/2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 5/12/2024. 2022 ഡിസംബർ മാസത്തോട് കൂടിയിട്ടാണ് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നത്. 2022 ഡിസംബറോട് കൂടി നോട്ടിഫിക്കേഷൻ വന്നു. 2023 വരെയായിരുന്നു ആപ്ലിക്കേഷൻ ടൈം ഉണ്ടായിരുന്നത്. 2023-24 കൂടി എക്സാമിനേഷൻ നടത്തി. 2024 ഡിസംബർ മാസമാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഓക്കെ, 5/12/2024 മുതൽ 5/12/2024 മുതൽ 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. 3 വർഷം. അപ്പൊ സ്വാഭാവികമായും 3 വർഷമാകുമ്പോൾ 5 അല്ലെങ്കിൽ 4/12/2027 വരെയാണ് റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉള്ളത്. അതായത് 2027 ഡിസംബർ മാസം വരെയാണ് റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉള്ളത്. ഓക്കെ, ഇത് 2026. അപ്പൊ സ്വാഭാവികമായും 2026 നോട്ടിഫിക്കേഷൻ വന്ന് 2027 ഒരു തുടക്കത്തോടു കൂടി തന്നെ പരീക്ഷകളൊക്കെ നടത്തിയാലേ 2027 റാങ്ക് ലിസ്റ്റ് പൂർത്തിയാകുമ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് കേരള PSCക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻ വരും. അത് ഡിസംബർ വരെ വെയിറ്റ് ചെയ്യാനും സാധ്യത കുറവാണ്. കാരണം എക്സാമിനേഷന് ബാക്കി പ്രൊസീജിയറുകളും ഒക്കെ പോവേണ്ടതുണ്ട്. അതുകൊണ്ട് 2026 ഒരു പകുതി കഴിയുമ്പോൾ, ഒരു ജൂൺ മാസം കഴിയുമ്പോഴൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പൊ 2026 ജൂൺ മാസം കഴിയുന്നതോടുകൂടി വരുന്ന സമയത്ത്
ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. പക്ഷെ പരീക്ഷ 2027 തുടക്കത്തിലാണ് നടക്കാനായിട്ട് സാധ്യത കൂടുതൽ. എക്സാം 2027 അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് എത്ര സമയം കിട്ടും? മക്കളെ, നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും. കാരണം ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. നോർമൽ സിലബസ് അല്ല ഡയറി ഫാം ഇൻസ്ട്രക്ടർക്ക് പഠിക്കേണ്ടത്. നമുക്ക് സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. മക്കളെ, ലാസ്റ്റ് മെയിൻ ലിസ്റ്റ് പ്രകാരം, അതായത് നിലവിലുള്ള 691/2022 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ മെയിൻ ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണം 247 പേരാണ്. ഓക്കെ, 247 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. കട്ട് ഓഫ് 63 ആയിരുന്നു. ഓക്കെ, അതായത് 691/2022 കാറ്റഗറി നമ്പറിന്റെ കട്ട് ഓഫ് 63 ആയിരുന്നു. 247 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളത് 60 പേർക്കാണ്. ഓക്കെ, 60 പേർക്ക് ഇതുവരെ അഡ്വൈസ് പോയി. ഇനി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്രയാണ്? ഇനിയും ഏതാണ്ട് 1.5 വർഷം കൂടി റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. ഓക്കെ, 1.5 വർഷം കൂടി റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. കൂടുതൽ നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നിലവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി, 2027 എക്സാമിനേഷൻ നടത്തി 27 ഡിസംബറോടുകൂടി നോട്ടിഫിക്കേഷൻ വിടണമെങ്കിൽ 2026 പകുതി കഴിയുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരേണ്ടതുണ്ട്. അപ്പൊ 2 ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കിട്ടി. മൂന്നാമത്തത് ഇതിന്റെ എന്താണ് ഈ ഒരു എക്സാമിന്റെ സിലബസ് എന്നുള്ളതാണ്. മക്കളെ, സിലബസ് പരിശോധിക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. നമ്മുടെ നോർമൽ സിലബസ് അല്ല. ഇവിടെ കൂടുതലായിട്ട് വരുന്നത് ഫിസിക്സ്, അതേപോലെ തന്നെ കെമിസ്ട്രി, അതേപോലെ തന്നെ ബയോളജി, ദെൻ ഡയറി ഫാമുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്, അതിനുശേഷം വരുന്നതാണ് മാത്സ്. ഇതാണ് പ്രധാനമായിട്ടും വരുന്ന സിലബസ്. ഇതില് ഫിസിക്സ് ഒന്ന് പരിശോധിച്ചാൽ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു മാർക്കുണ്ട്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ നിന്ന് ഒരു മാർക്കുണ്ട്. ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? PSC പഠിക്കുന്നതാണ്. മോഷൻ അലോങ് സ്ട്രെയിറ്റ് ലൈൻ ഒരു മാർക്കാണ്. മോഷൻ ഇൻ പ്ലെയിന്, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, മെക്കാനിസംസ് ഓഫ് സോളിഡ്സ്, ദെൻ മെക്കാനിസം ഓഫ് ഫ്ലൂയിഡ്, ഇതൊന്നും നമ്മൾ നോർമലി പഠിക്കുന്നതല്ല. പക്ഷേ ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നതാണ്? PSCക്ക് പഠിക്കുന്നതാണ്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് അങ്ങനെ പഠിക്കുന്നതല്ല. അതേപോലെയുള്ള കുറേ ടോപ്പിക്കുകൾ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു സിലബസിന്റെ ഭാഗമായിട്ട് ഫിസിക്സിൽ തന്നെ വരുന്നുണ്ട്. അതായത് ഫിസിക്സ് നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 മാർക്ക് എവിടുന്നാണ്? 20 മാർക്ക് ഫിസിക്സിൽ നിന്ന് മാത്രമാണ് ചോദിക്കുന്നത്. 20 മാർക്ക് എവിടുന്നാണ് ചോദിക്കുന്നത്? അത് ഫിസിക്സിൽ നിന്ന് മാത്രമാണ് ചോദിക്കുന്നത്. ഇനി അതിനുശേഷം കെമിസ്ട്രിയിലേക്ക് വന്നാലോ, കെമിസ്ട്രി കണ്ടോ? കെമിസ്ട്രിക്കും ഇതേപോലെ തന്നെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ സ്ട്രക്ചർ ഓഫ് ആറ്റം നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. 1 മാർക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നുണ്ട്. പിന്നീട് കെമിക്കൽ ബോണ്ടിങ്, മോളിക്കുലാർ സ്ട്രക്ചർ 1 മാർക്കാണ്. ദെൻ തെർമോഡൈനാമിക്സ് 1 മാർക്കുണ്ട്. ഇക്വിലിബ്രിയം 2 മാർക്കാണ് വരുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ മാർക്ക് മനസ്സിലാകും. 1, 2, 3, 5, 6, 7, 8, 9, 10, 11, 14, 16, ദെൻ 20. കണ്ടോ? 20 മാർക്കിനാണ് കെമിസ്ട്രിയിൽ നിന്നും വരിക. ഓക്കെ, അപ്പൊ ഫിസിക്സിൽ നിന്ന് 20, കെമിസ്ട്രിയിൽ നിന്ന് 20. പിന്നീട് വരുന്നത് ബോട്ടണിയാണ്. ബോട്ടണിയിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാർക്കുണ്ട്. അങ്ങനെ മാർക്ക് നമുക്ക് ബോട്ടണിയിലും കാണാനായിട്ട് പറ്റും. ബോട്ടണി കഴിഞ്ഞാൽ പിന്നെ സുവോളജി ഉണ്ട്. സുവോളജി കഴിഞ്ഞ് പിന്നീടാണ് മാത്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കയറി വരുന്നത്. ഇവിടുത്തെ മാത്സിനും ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നോർമൽ PSCക്ക് പഠിക്കുന്ന മാത്സ് അല്ല ഇവിടെ പഠിക്കേണ്ടത്. മാത്സിൽ നമ്മൾ +2 ലെവലിലുള്ള മാത്സ് ആണ്. +2 ലെവൽ NCERTയിലും SCERTയിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന മാത്സ് ആണ്. ഉദാഹരണമായിട്ട് സെറ്റ്, യൂണിയൻ, ഇന്റർസെക്ഷൻ, അതേപോലെ തന്നെ കോംപ്ലിമെന്റ്, ദെൻ ഡിഫറൻസ് ഓഫ് സെറ്റ്സ്, അങ്ങനെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. അതിന് 4 മാർക്കുണ്ട്. ദെൻ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ അവിടെ 1 മാർക്ക് വരുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് 1 മാർക്ക് വെച്ച് 2 മാർക്ക് ടോട്ടൽ വരുന്നുണ്ട്. ദെൻ ഡിഫറൻഷ്യബിലിറ്റി, കണ്ടിന്യൂറ്റി പോലെയുള്ള ഡെറിവേറ്റീവ്സ് പോലെയുള്ള കാര്യങ്ങൾ 3 മാർക്ക്. പ്രോബബിലിറ്റിയിൽ നിന്ന് 1 മാർക്ക്. ബൈനോമിയൽ തിയറം 2 മാർക്ക്. സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്ന് 3 മാർക്ക് ചോദിക്കാം. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ നിന്ന് 2 മാർക്ക്. മെട്രിക്സ്, ഡിറ്റർമിനൻസ് അതിൽ നിന്നൊക്കെ ചോദിക്കുന്നത് 3 മാർക്കാണ്. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും മാത്സിൽ നിന്ന്. മാത്സ് നോക്കിയാൽ 4, 2, 6, 6, 3, 9, 1, 10, 15, 15, 5, 20. 20 മാർക്കിനാണ് മാത്സിൽ നിന്നും ചോദ്യം വരിക. 20 മാർക്കാണ് മാത്സിൽ നിന്നും ചോദ്യം വരിക. അപ്പൊ ഫിസിക്സിൽ നിന്ന് നമ്മൾ 20 കണ്ടു, കെമിസ്ട്രിയിൽ നിന്ന് 20 കണ്ടു, ബയോളജിയിൽ നിന്ന് നമ്മൾ 20 കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മാത്സ് ആണ്. മാത്സിൽ നിന്നും 20 മാർക്ക് വന്നു. ഇനിയും വരുന്നത് സ്പെഷ്യൽ ടോപ്പിക് ആണ്. സ്പെഷ്യൽ ടോപ്പിക് നോക്കിയാലും നമുക്ക് എത്ര മാർക്ക് കാണാൻ പറ്റും? 10, 14,
16, 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന്, അതായത് ഡയറി ഫാമുമായി ബന്ധപ്പെട്ട് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുണ്ട്. അപ്പൊ ഇത്രയുമാണ് സിലബസ് എന്ന് പറയുക. അപ്പൊ സിലബസിലാണ് ഇവിടെ ഒരു വ്യത്യാസമുള്ളത്. നമ്മൾ നോർമലി പഠിക്കും പോലത്തെ സിലബസ് അല്ല, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് പരിശോധിക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് അങ്ങ് കൂടിപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡയറി ഫാം ഇൻസ്ട്രക്ടർ സിലബസ് പരിശോധിക്കാം. അപ്പൊ ഡയറി ഫാം ഇൻസ്ട്രക്ടർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച്, ധേനു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ചിലേക്ക് അഡ്മിഷൻസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ബാച്ചിന്റെ പ്രത്യേകത വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ ബാച്ചിനെ സ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും. എന്തുകൊണ്ട് റെക്കോർഡഡ് എന്ന് ചോദിച്ചാൽ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ പോലുള്ള പരീക്ഷ പഠിക്കാൻ വരുന്ന കുട്ടികൾ അവരുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ അറ്റൻഷൻ ഉറപ്പുവരുത്താനായിട്ട് റെക്കോർഡഡ് സെഷൻസും ഉണ്ടാകും. അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും ഉണ്ടാകും. ഈ ലൈവ് ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആയിരിക്കും നമ്മളെ ഉൾപ്പെടുത്തുക. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കുറെ അധികം ചോദ്യങ്ങൾ ചെയ്തു പഠിക്കാനായിട്ടുള്ള, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. 2 എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ മേഖലയിൽ ഏറ്റവും മികച്ച അധ്യാപകരെ നമ്മൾ അണിനിരത്തുന്നതാണ്. അതേപോലെ PDF നോട്ടുകൾ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന A4 സൈസ് പ്രിന്റബിൾ നോട്ട്സ് ആണ് തരിക. അപ്പൊ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കാം. പ്രത്യേകിച്ച് റാങ്ക് ഫയലുകളുടെ പുറകെ ഒന്നും പോവേണ്ടതായിട്ട് വരത്തില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാകും. അപ്പൊ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുമ്പോൾ മുതൽക്ക് തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാകും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് കൂടാതെ ഡെയിലി എക്സാമുകൾ നിങ്ങൾക്ക് കാണും. ഡെയിലി എക്സാമുകൾ കാണും. അതേപോലെ തന്നെ വീക്ക്ലി എക്സാമുകളും കാണും. ഈ ഡെയിലി വീക്ക്ലി എക്സാമുകളുടെ പ്രത്യേകത, ഓരോ ടോപ്പിക്ക് കഴിയും തോറും ആ ടോപ്പിക്കിന്റെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം. അതിനോടൊപ്പം തന്നെ ആ ആഴ്ചയിൽ പഠിച്ചതോ അതുമായി ബന്ധപ്പെട്ട പരീക്ഷകളുടെയോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വീക്ക്ലിയും ചെയ്യുമ്പോൾ അത്രയും പരീക്ഷകൾ ചെയ്തുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. 2 തെറ്റുകൾ തിരുത്താനുള്ള അവസരം കൂടെ നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇത് കൂടാതെ മന്ത്ലി എക്സാമുകളും ബാക്കി എല്ലാം ഈ ഒരു എക്സാമിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ബാച്ചിൽ തന്നെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇതും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടൊരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ കാണും, മെന്റർ ഉണ്ടായിരിക്കും. ആ മെന്ററോട് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാനായിട്ട് പറ്റും, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനായിട്ട് പറ്റും. അപ്പൊ അവിടെ അവരും കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസും കാര്യങ്ങളും തരും. അപ്പൊ ഇതാണ് ഈ ബാച്ചിന്റെ പ്രത്യേകത. നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. കാരണം വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. കാരണം ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവരൊക്കെ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ടാവും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് 8281223366 പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യാം. അപ്പൊ അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ബാച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. വളരെ പ്രധാനപ്പെട്ട ഒരു ബാച്ചാണ്. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്തോ. മറക്കണ്ട, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ 8281223366 പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങളുടെ സീറ്റ്സ് ഉറപ്പിക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കൂടുതൽ വീഡിയോസ് ഈ ചാനൽ വരുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടാ. നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം.